സീതമ്മ വന്നു. വൗ, പാലസ് റെഡിയായല്ലോ. ഇഷ്ടായോ? ഇതിന്റെ ക്രെഡിറ്റ് ഒക്കെ ആർക്കുള്ളതാണെന്നറിയാമോ? പുതിയ ഫ്രണ്ടിന്. സീതമ്മ നോക്ക്, എന്റെ പുതിയ ഫ്രണ്ട് എത്ര നന്നായിട്ടാ പാലസ് ഉണ്ടാക്കിയെന്ന്. സർ, നിങ്ങളിവിടെ? സീതമ്മ, ഇവരെന്റെ പുതിയ ഫ്രണ്ടാണെന്നേ. എന്റെ ഫ്രണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവർക്ക് പെയിന്റിംഗ് അറിയാം, പാലസ് ഉണ്ടാക്കാൻ അറിയാം, എല്ലാം ഉണ്ടാക്കാൻ അറിയാം. അതെ സീത, ഈ പാലസ് ഒക്കെ ഉണ്ടാക്കിയത് പ്രതാപ. ഇൻഫാക്ട് ഇവളുടെ അടുത്ത് ഇത്രയും നന്നായിട്ട് കളിച്ച് ബിഹേവ് ചെയ്യുന്നത് ഞാൻ ഒട്ടും കരുതിയില്ല. കുട്ടികളുടെ അടുത്ത് കുട്ടികളായിരിക്കണ്ടേ. തന്നെയല്ല, സിഹി എന്റെ ഫേവറേറ്റാ. അവൾക്ക് വേണ്ടി ഞാൻ എന്തു വേണേലും ചെയ്യും. സർ, നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാമായിരുന്നല്ലോ. ഞാൻ നിങ്ങളുടെ ഓഫീസിൽ പോയിരുന്നു. ഐ എം സോറി സീത മാഡം. അത് പിന്നെ ഇനി അങ്ങോട്ട് പാർട്ട് ടൈം ജോലിക്ക് പോവാൻ നിൽക്കണ്ട. ഓക്കെ? സർ, പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായോ? ചേട്ടനെടുത്ത ലോണ് ഞാൻ അടയ്ക്കേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല സർ. ഈ ജോലി എനിക്ക് വളരെ അത്യാവശ്യമാണ്. പ്ലീസ് സർ, ഇങ്ങനെ പെട്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് സീത, പ്രതാപ് പറയുന്നത് എന്താന്ന് വെച്ചാ തന്റെ ചേട്ടനൊരു ജോലി കൊടുത്താ പ്രശ്നം കഴിയില്ലെന്ന്. താൻ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്തിട്ട് ടയേർഡായിട്ട് ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്യണ്ടെന്നാ പറഞ്ഞു അല്ലേ പ്രതാപ്? എന്തൊക്കെയായാലും തന്റെ ചേട്ടന് വേറൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? പക്ഷെ പ്രതാപിന്റെ കമ്പനിയിൽ അദ്ദേഹത്തിന് പറ്റിയൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നോട്, അല്ലേ? സീത മാഡം, ഇനി കുറച്ച് നാൾ ചേട്ടൻ ജോലി ചെയ്യട്ടെ. അയാൾക്ക് ഇത്തിരി ഉത്തരവാദിത്തം വേണ്ടേ? താൻ കുറച്ച് നാൾ റിലാക്സ് ചെയ്യും. ഹലോ, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എങ്ങനെയാ? എന്റെ പാലസ് എങ്ങനെയുണ്ടെന്ന് പറ സീതമ്മ. വളരെ നന്നായിട്ടുണ്ട് മോളെ. അത് നോക്ക്, പാലസിന് നിന്റെ പേരാ ഞാൻ ഇട്ടത്. സീതമ്മ, എന്റെ ഫ്രണ്ട് പറയുമായിരുന്നില്ലേ, നമ്മൾ ഈ വീട് വിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പോകുന്നത് ആ പാലസിലേക്കായിരിക്കുമെന്ന്. ഇല്ല സിഹി, ആ പാലസിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കില്ല. ഇനി മുതല് ഈ കുഞ്ഞു വീട്ടിലേക്ക് എനിക്കും വരാൻ സാധിക്കില്ല. സീതമ്മ, ആ പാലസില് ഞാനാ പ്രിൻസസ്, നീയാ ക്യൂന്, എന്റെ ഫ്രണ്ടാ കിങ്. So cute. സിഹി മോളെ, ഈ പാലസുമായിട്ട് നിന്നതൊക്കെ മതി. നീ പോയി ഹോംവർക്ക് ചെയ്തേ.
ഇറങ്ങുക ഞാൻ. അതെ പ്രതാപ്, സിഹി എപ്പോഴും ഈ സമയത്ത് വീട്ടിൽ കാണും. യു ക്യാൻ വിസിറ്റ് ഹർ എവറി ഡേ ആൻഡ് പ്ലേ അറ്റ് ദിസ് ടൈം. ഷുവർ. സീതാ മാഡം, ഞാൻ പോയിട്ട് വരാം. സിഹി, ബൈ മോളെ. ബൈ റാം. ബൈ പ്രതാപ്. സീതമ്മ, ഹോംവർക്ക് ഒക്കെ ഞാൻ വേഗം തീർത്തോളാം. അതിനു മുമ്പ് എന്റെ ഫ്രണ്ട്സിന് മുഴുവൻ എന്റെ പാലസ് കാണിച്ചു കൊടുക്കട്ടെ. പ്ലീസ് സീതമ്മ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി, വേഗം വാ. ആ ഇവനിത് എവിടെ പോയതാ? കോള് പോലും എടുക്കുന്നില്ലല്ലോ. ഹായ് സർ, നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അതോ ഇവിടെ പുതിയ ബിൽഡിംഗ് വല്ലതും വാങ്ങി പുതിയ ഓഫീസോ ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ? എപ്പൊ നോക്കിയാലും എന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ, അതാ എനിക്ക് ഡൗട്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഡെസ്റ്റിനി സർ. നമ്മൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണണമെന്ന് നമ്മുടെ തലയിൽ വിധി ഉണ്ടെങ്കിൽ അത് ആർക്കാ തടുക്കാൻ പറ്റുന്നേ സർ? ആൻഡ് ഓൾസോ ഞാൻ PG പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയി. ജാം ജൂം എന്ന് പറഞ്ഞ് എല്ലാരും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ വീടൊന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും എന്റെ പോക്കറ്റ് കാലിയായി. ആൻഡ് ഞങ്ങളെ പോലുള്ളവരുടെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ, എല്ലാ മാസവും 10-ാം തീയതി വരെ ഞങ്ങളെക്കാളും വലിയ ആൾക്കാർ വേറെ ആരും കാണില്ല. പക്ഷെ അത് കഴിഞ്ഞാ ഞങ്ങളെക്കാളും പാപ്പരായിട്ട് വേറെ ആരും കാണില്ല. പിന്നെ ആ വീട്ടില്, എന്റെ ദൈവമേ, വീട്ടില് നിറയെ ഡ്രസ്സാണ് സർ. ഓരോ കെട്ടാക്കി വെച്ചിരിക്കുക. വീട്ടിലേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോഴേ തല ചുറ്റുന്നു. എപ്പോഴും ഇതൊക്കെ ക്ലീൻ ചെയ്ത് തീരുന്നേന്ന് ഓർത്ത്. അതുകൊണ്ടാ സർ സീതയുടെ വീട്ടിലേക്ക് വന്നത്. എന്താ സർ, വന്നപ്പോ മുതലേ ഞാനാണല്ലോ സംസാരിക്കുന്നത്, നിങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. ആഹാ, അങ്ങനെ തോന്നിയോ? നോക്ക്, നീ എന്നെ സംസാരിക്കാൻ സമ്മതിക്കണം. ഈ മോണോ ആക്ട് പോലെ എന്റെ റോള് നീ ചെയ്ത് നിന്റെ റോള് നീ ചെയ്താൽ എങ്ങനെയാ? സോറി, പറ സർ. അല്ലേ, നോൺ സ്റ്റോപ്പ് ട്രെയിൻ പോലെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നാ ശരി. സീതയുടെ വീട്ടിലോട്ടല്ലേ പോകുന്നെന്ന് പറഞ്ഞത്? അവിടെ റാം എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബോസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊന്ന് പറഞ്ഞിട്ട് വരാമോ? ആ മഹാത്മാവ് എന്റെ ഫോൺ എടുക്കുന്നില്ല. അയ്യോ സർ, നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചോ അവൻ? എന്തൊരു അഹങ്കാരം അവന്. ശരിയാക്കി കൊടുക്കാൻ ഞാൻ. ആ പ്രിയാതെ, ഒരു മിനിറ്റ്. ഞാൻ ചോദിക്കുന്നതുകൊണ്ട് തെറ്റായിട്ട് എടുക്കരുത്. നിങ്ങൾ ചോദിക്കൂ സർ. സീതയെ തനിക്ക് എത്ര കാലമായിട്ട് അറിയാം? ഇവിടെ ജോലിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ സീതയെ പരിചയപ്പെട്ടത്. ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടാ, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. പക്ഷെ അവൾ അങ്ങനെയല്ല. ഷീസ് വെരി സ്പെഷ്യൽ. ഫേക്ക് അല്ല, അങ്ങനെ വെറുതെ ടൈം പാസിന് വേണ്ടി ആരോട് ഫ്രണ്ട് ആവാറില്ല. ആൻഡ് കള്ളം പറയില്ല. കള്ളം പറയുന്നവരെ അവൾക്ക് ഇഷ്ടവും അല്ല. ഇനി എന്തെങ്കിലും അറിയണോ? അതല്ല, അത് മനസ്സിലായി സർ. അവളുടെ പാസ്റ്റിനെ കുറിച്ച് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ചോദിച്ചാൽ അവൾക്ക് ഇഷ്ടാവേയില്ല. പാസ്റ്റിനെ കുറിച്ച് അവളായിട്ട് ആരോടും പറയാറുമില്ല. ഇനി അഥവാ പറയാൻ തോന്നിയാ ചിലപ്പോ റാമിനോട് പറയുമായിരിക്കും. ഓക്കെ, ഞാൻ ചുമ്മാ കാഷ്വലായിട്ട് ചോദിച്ചതേ ഉള്ളൂ. താനൊന്ന് അവിടെ വരെ ചെന്ന് റാമിനെ അയക്കാമോ? പേടിക്കണ്ട സർ, ഇപ്പൊ തന്നെ പറഞ്ഞയക്കാം. അത് ആക്ച്വലി പാലസ് ഉണ്ടാക്കിയത് പ്രതാപ് തന്നെയാ. ഞാൻ ജസ്റ്റ് പെയിന്റിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് കയ്യില് കളറായി. I'll just go wash and come. റാം, അവിടെ നിക്ക്. നീ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ബോധമുണ്ടോ നിനക്ക്? ലോയറിന് വിളിച്ചോണ്ട് വന്ന് സിഹയുടെ ഫ്രണ്ടാക്കാൻ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യണോ വേണ്ടായോ എന്ന് എന്നോടൊരു വാക്ക് ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ റാം. എന്റെ ജീവിതത്തില് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നു. എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും കൂടെ ഉണ്ടായിരുന്നു. അവനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്നാ കരുതിയിരുന്നത്.
ഒരാൾക്കെങ്കിലും എന്നെ മനസ്സിലാവുമെന്നാ കരുതിയത് റാം. അതെല്ലാം നീ കാറ്റത്ത് പറത്തിയില്ലേ അതല്ല സീത, അത് റാം. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് നീ എങ്ങനെയാ കരുതിയത്? അല്ല, ഞാനിത് സമ്മതിക്കാന്ന് പറഞ്ഞിരുന്നോ? നീ സിഹിയുടെ ഫ്രണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ റാം? സീത, താൻ തന്റെ ചുറ്റും വേലി കെട്ടിയാണോ ജീവിക്കുന്നത്? തന്റെ ലൈഫിൽ താനും സിഹി മാത്രം മതിയെന്ന് ഡിസൈഡ് ചെയ്താണോ? താൻ ഒരാളെ അടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് തനിക്കിതെല്ലാം വിചിത്രമായിട്ടും എന്ത് ചെയ്താലും തെറ്റായിട്ടും ഒക്കെ തോന്നുന്നത്. തന്റെ ആ വേലിയുടെ പുറത്ത് വന്നൊന്ന് നോക്ക്. പ്ലീസ് റാം, ഞാനും എന്റെ മകളും ഭദ്രമായിരിക്കുമെന്ന വിശ്വാസത്തെ നീ വേലി എന്ന് വിളിക്കരുത്. എനിക്ക് സിഹി അല്ലാതെ മറ്റാരെയും വേണ്ട റാം. പക്ഷെ സിഹിക്ക് അതിന്റെ കൂടെ അച്ഛന്റെ സ്നേഹം കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് താൻ എന്താ മനസ്സിലാക്കാത്തത്? തന്റെ ലൈഫിനെ ഇനിയും മീനിങ് ഫുൾ ആക്കുന്ന, ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മുമ്പിലുണ്ട് സീത. അതെല്ലാം തന്റെ കൈയകലത്തിൽ തന്നെ ഉണ്ട്. തന്റെ ചെറിയൊരു സമ്മതത്തിന് തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. പക്ഷെ താൻ അതിന് മനസ്സ് വെക്കുന്നില്ല. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് അതിനു വേണ്ടി, എവറി ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് വിത്ത് എ പ്യുവർ ഫ്രണ്ട്ഷിപ്പ് എന്ന്. വൈ നോട്ട് ദിസ്? ഏയ് രാമയ്യ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീയും എന്റെ കല്യാണം നടത്താൻ വന്നതാണോ? വാ. സീത, നീ കല്യാണം കഴിക്കാൻ പോവാണോ? സത്യമായിട്ടും? ഓ മൈ ഗോഡ്, എത്ര നല്ല ന്യൂസാ നീ പറഞ്ഞത്. ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നീ ആരോടെങ്കിലും ഇത്തിരി ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ അത് റാമിനോടാണെന്ന്. പക്ഷേ നിങ്ങൾ ഈ ലെവലിൽ ക്ലോസ് ആയി എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തത് പോലും ഇല്ല. എനിവേ, നിങ്ങൾ രണ്ടുപേരും സോ ക്യൂട്ടസ്റ്റ് ജോഡി. എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമായി. കൺഗ്രാറ്റുലേഷൻ സീത. റാം, കൺഗ്രാറ്റുലേഷൻ. ഇറ്റ്സ് ഓക്കേ രാമയ്യ, ഇതിൽ നിങ്ങൾക്ക് എന്റെ മുഴുവൻ സപ്പോർട്ടും ഉണ്ട്. അങ്ങനെയല്ല. ഐ നോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ പ്രൈവറ്റ് ടൈം വേണമെന്നല്ലേ? കംപ്ലീറ്റ് ടൈം തരാം നിങ്ങൾക്ക്. അതെന്താന്നോ, നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണക്കാര്യം കേട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. എനിക്കൊരു 5 മിനിറ്റ് ടൈം മതി. അത് കഴിഞ്ഞാ നീയായി, നിന്റെ സീതയായി. പ്രിയ, സീത കള്ളിയാടി നീ. ഈ രാമൻ നിന്റെ ലൈഫിൽ വന്ന ശേഷം നീ ചിന്തിക്കുന്ന രീതി തന്നെ ഒരുപാട് മാറിപ്പോയി മോളെ. അവസാനം ഞങ്ങളുടെ സീതയ്ക്ക് രാമനെ തന്നെ കിട്ടി. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഇടയിലേക്ക് ആരും കടന്നു വരില്ല. വരാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാനാണെങ്കിൽ ആ PG എങ്ങനെയെങ്കിലും ഒന്ന് ഷിഫ്റ്റ് ആവണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഈ കല്യാണം കഴിയുന്നത് വരെ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവാൻ പോവാ. നിനക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ? കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീയായിട്ട് വാ തുറന്ന ഒരു ഹെൽപ്പും ചോദിക്കില്ലല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? എനിക്ക് ആകെയുള്ള ഒരു ഫ്രണ്ട് അല്ലേടി നീ. എല്ലാ ബാധ്യതയും എനിക്ക് തന്നെയാ. റാം, നിനക്ക് നിന്റെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. കല്യാണത്തിന് ഞാൻ നിന്റെ ടീമാ. സീതയുടെ ടീമിൽ വേണമെങ്കിൽ ബോസിനെ ചേർക്കാലോ. എല്ലാവർക്കും ചേർന്ന് സീതാരാമ കല്യാണം അങ്ങ് നടത്താം. സൂപ്പർ ആയിരിക്കും. ഏയ്, നിങ്ങൾ രണ്ടുപേരും എന്താ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും ഒന്ന് പറ. നീയല്ലേ ഈ കാര്യത്തിനൊക്കെ തുടക്കം വിട്ടത്? നീ തന്നെ ഉത്തരം കൊടുക്ക. സീത, ഏയ്, അവളെന്താ ഇത്രയ്ക്ക് ദേഷ്യം പിടിച്ച് അകത്തേക്ക് പോയത്? താൻ എന്തിനാ എന്റെ സീതനെ കല്യാണം പറഞ്ഞത്? അതെന്താ, നിങ്ങളുടെ കല്യാണം അല്ലേ? അല്ല. സീത അപ്പൊ കല്യാണം കഴിക്കുന്നില്ലേ? സീതയുടെ കല്യാണമാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ പയ്യൻ ഞാനല്ല, ലോയർ രുദ്രപ്രതാപാണ്. ഓ മൈ ഗോഡ്, എന്റെ വിധി. ഇത് നേരത്തെ പറയാൻ നിനക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ട്? അതിന് താൻ സമ്മതിക്കണ്ടേ? അല്ലേ തന്നെ അവളെ ദേഷ്യത്തിലായിരുന്നു. ഇപ്പൊ വേണ്ടാത്തൊക്കെ സംസാരിച്ച് അവളെ ഇറിറ്റേറ്റ് ചെയ്ത് വിട്ടില്ലേ താൻ? ഓ ഗോഡ്, ഓക്കെ, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അവളെ ഞാൻ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്തോളാം. പുറത്ത് അശോക് സാർ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നീ പോയി അവരോട് സംസാരിക്കേ. അവളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം.
പ്രണയിക്കുന്നവരെ കിട്ടിയില്ലെങ്കിൽ എല്ലാം മറന്ന് വിട്ടുകൊടുക്കുന്നവരെ സഹിക്കാം. പക്ഷെ ഇങ്ങനെ ബാധ്യത ഏറ്റെടുത്ത് മറ്റൊരാളുമായിട്ട് കല്യാണം നടത്തി കൊടുക്കുന്നത് വിഡ്ഢിത്തരമാണടാ. ഞാൻ സ്നേഹിച്ചത് അവരുടെ ലൈഫിനെ. ആ ലൈഫ് ഇനി നന്നാവണമെന്ന് കരുതിയ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കിതിലും സന്തോഷമുണ്ട്. ഇത്രയും വർഷം നിന്റെ കൂടെ തന്നെ നിൽക്കുന്നവനെ നീ പറ്റിക്കുന്നുണ്ടല്ലോ. അവിവേകിയാണോടാ നീ, അവിവേകി. എന്തിനാണ് ദേഷ്യം പിടിക്കുന്നത്? എന്റെ കൂട്ടുകാരൻ തെറ്റ് ചെയ്യുമ്പോ അവന് വഴക്ക് പറഞ്ഞ് ബുദ്ധി പറഞ്ഞു കൊടുക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്നാ ഞാൻ കരുതുന്നത്. നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചു അശോക്. ഐ ആം ജസ്റ്റ് ഡൂയിങ് മൈ ഡ്യൂട്ടി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇത് ഡ്യൂട്ടി ആയിട്ടാണോ നീ കാണുന്നത്? മനസ്സിൽ സ്നേഹം വെച്ചിട്ട് നീ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നേ? ഡാ, ഇങ്ങോട്ട് നോക്ക്. എന്റെ കണ്ണിലേക്ക് തന്നെ നോക്ക്. അപ്പൊ നീ സീതയെ പ്രേമിക്കുന്നില്ലേ? എനിക്ക് ആരോടും ഇപ്പൊ ഒന്നുമില്ല. അതൊക്കെ നിന്റെ തോന്നല. എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാനാ പറഞ്ഞേ. ടോർച്ചറാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നിക്കോട്ടെ. ഇത് ചിലപ്പോ എഴുതിയിട്ടിരിക്കും. പക്ഷെ ഇത് പാവമാണ്ട. ഇതൊന്നും ചെറുതായിട്ട് എടുക്കില്ല. ഇതിന് റെസ്റ്റ് കൊടുക്കുക. ഇതിന് വേണ്ടതും മനസ്സിലാക്കുക. നിനക്ക് എന്ത് പറ്റിയെന്നൊന്നും ചോദിക്കുന്നില്ല. കാരണം ഒന്നുമില്ലെന്നായിരിക്കും നിന്റെ ഉത്തരം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയൊന്നും ഇല്ല മേമ. അങ്ങനെയാണെങ്കിൽ നിന്റെ മനസ്സിൽ നീ എന്താ ഒളിപ്പിച്ചിരിക്കുന്നത്? അത് മേമ, മുത്തച്ഛനോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് എങ്ങനെ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. പ്ലീസ് മേമയൊന്ന് ഹെൽപ്പ് ചെയ്യോ? മുത്തച്ഛന്റെ അടുത്ത് സംസാരിക്കാൻ അത്രയും പേടിയുള്ള കാര്യോ? അപ്പോ അതെന്താടാ കാര്യം? മേമ, ഐ എം റിയലി സോറി. ഐ കാൻ സ്റ്റേ ഹിയർ. എന്റെ ലൈഫിൽ എന്തെങ്കിലും മാജിക്ക് സംഭവിക്കും, എല്ലാം ശരിയാവുന്നൊക്കെ മേമയും മുത്തച്ഛനൊക്കെ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് നത്തിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച് മേമ. Nothing is going to happen. Nothing is going to happen. എന്തു പറ്റിയപ്പോ? നീ എന്തെങ്കിലും അർത്ഥമില്ലാതെ സംസാരിക്കുന്നേ? മേമ, ഞാൻ തിരിച്ച് മലേഷ്യക്ക് പോവാ. പപ്പു, നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? തിരിച്ചു പോണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വീട്ടിൽ നീ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു കൊട്ടാരം പോലെയാവൂ. ഞങ്ങളൊക്കെ സന്തോഷായിട്ട് കഴിയൂ. എന്നോട് വന്ന് അച്ഛനെ കൺവിൻസ് ചെയ്യാൻ പറയുന്നു. ഈ കാര്യത്തിൽ ഞാൻ അച്ഛന്റെ ഭാഗത്താ. നീ ഇനി ഒന്നും തന്നെ പറയണ്ട. അച്ഛാ, അച്ഛ ഇവൻ പറയുന്നത്. മേമ പ്ലീസ് മേമ, ഞാൻ പറയുന്നത് മേമയ്ക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ആരോട് പറയാനാ? പ്ലീസ് മുത്തച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യും മേമ. പ്ലീസ്, ദയവ് ചെയ്ത് പറ്റില്ല എന്ന് പറയരുത്. എന്താണ് നിനക്ക് പറ്റിയത്? ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അച്ഛനത് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പൊ പെട്ടെന്ന് തിരിച്ചു പോവാനും മാത്രം എന്തോ ഉണ്ടായത്? മേമ ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്.
പക്ഷെ പറ്റില്ല എന്ന് മാത്രം പറയരുത് മേമ. പ്ലീസ്, ഐ ജസ്റ്റ് വാണ്ട് ഗോ ബാക്ക് മേമ. എനിക്ക് പോണം.